അടുത്ത ഡെഫിനിഷൻ നോക്കിക്കേ, ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പം ഈ ഒരു ഗ്രാഫിനെ ഞാൻ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ രണ്ട് സബ് ഗ്രാഫ് എടുക്കുകയെന്ന് വെച്ചോ. ആ രണ്ട് ഗ്രാഫിൻ്റെയും കൂടെ യൂണിയൻ ഞാൻ എടുക്കുവാണെങ്കിൽ എനിക്ക് ആ ഗ്രാഫ് തന്നെ കിട്ടണം. അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടെന്തോ പറയുന്നേ, ആ രണ്ട് ഗ്രാഫിൻ്റെ കമ്പോണൻസ് ഞാൻ ഇൻ്റർസെക്ഷൻ എടുക്കുവാണെങ്കിൽ എനിക്ക് നൾ ഗ്രാഫ് കിട്ടണം. അതായത് ഇൻ്റർസെക്ഷൻ എടുക്കുക, അവിടെ കോമൺ ആയിട്ടൊന്നും കാണാൻ പാടില്ലെന്ന്. നോക്കിയാലോ, ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഗ്രാഫിൽ ഞാൻ രണ്ട് കമ്പോണൻ്റ് ആക്കും അതിനെ. ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4. ഇതൊന്ന്. അടുത്ത നോക്കിക്കേ, V1, ഇത് V2, ഇത് V3, ഇത് V4. ഈ ഗ്രാഫിനെ ഞാൻ രണ്ട് ഇതാക്കി. ഇത് G1 എന്ന് പറയുന്ന സബ് ഗ്രാഫ്, ഇത് G2 എന്ന് പറയുന്ന സബ് ഗ്രാഫ്. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഗ്രാഫ് തന്നെ എനിക്ക് കിട്ടും. ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല അല്ലേ? കോമൺ എഡ്ജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഡീകമ്പോസിഷൻ. എ ഗ്രാഫ് G is said to be decomposed into two subgraph G1 and G2 if G1 യൂണിയൻ G2 എന്ന് പറയുന്നത് G എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടണം, ആൻഡ് G1 ഇൻ്റർസെക്ഷൻ G2 ചെയ്യുവാണെങ്കിൽ എനിക്ക് നൾ ഗ്രാഫും കിട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ഗ്രാഫിനെ ഞാൻ 3 പാർട്ടായിട്ട് ഡീകമ്പോസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡീകമ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ വരുമ്പം നൾ ഗ്രാഫ് കിട്ടണം. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. അത് ഓർത്തിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇപ്പം ഞാൻ ആദ്യത്തെ പാർട്ടിനെ ഇങ്ങനെ എടുക്കുക. ഇത് V1, E1, V2, E8, V6, E7. ഞാൻ ഇത് ഇത്ര ഒരു പാർട്ടാക്കി. നെക്സ്റ്റ് പാർട്ട് ഞാൻ ഇത് ഇത്ര ഒരു പാർട്ടാക്കുക, ഇത് വേറൊരു പാർട്ടാക്കുക. ഈ പാർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു എഡ്ജ് ഇല്ലാണ്ട് എടുക്കണം. കാരണം എന്താ? ഞാൻ ഈ എഡ്ജും കൂടെ ചേർത്ത്, ഇപ്പം ഞാൻ ഈ ഗ്രാഫിനെ ഇങ്ങനെ എടുക്കുക. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താണ്? ഈ ഒരു സൈഡ് ഈ ഒരു സൈഡും കോമൺ അല്ലേ? അതേപോലെ ഈ സൈഡും കോമണാണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും കാണും. അത് കാണാതിരിക്കാൻ ഞാൻ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഇങ്ങനെ എടുത്താൽ അടുത്തത് ഞാൻ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ഇങ്ങനെ എടുക്കുമോ ഞാൻ? അടുത്തത് ഇത് V2, ഇത് E2, ഇത് V3, ഇത് E6, ഇത് V5, ഇത് E5, ഇത് V6. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള ഏരിയ ഇല്ലല്ലേ? അടുത്ത ഈ പാർട്ട് എടുക്കുമ്പോഴും അതേപോലെ എനിക്ക് ഈ ഒരു സൈഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻ്റർസെക്ഷൻ വരും. ഇൻ്റർസെക്ഷൻ എനിക്ക് വരാൻ പാടില്ല. എനിക്ക് നൾ ഗ്രാഫാണ് വരേണ്ടത്. പക്ഷേ എല്ലാ വെർട്ടെക്സ് എഡ്ജസും വരികയും ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ അതിന് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതെൻ്റെ V3, ഇത് E3, ഇത് V4, ഇത് E4, ഇത് V5. അപ്പോൾ ഇങ്ങനെ കിട്ടും ഈ ഒരു ഗ്രാഫിനെ ഡിക്കമ്പോസ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ഇപ്പോൾ രണ്ടായിട്ട് ഡിക്കമ്പോസ് ചെയ്യാം, നാലായിട്ട് ഡിക്കമ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ചിലപ്പോൾ ഇത്തിരി വലിയ ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങളിങ്ങനെ മാറ്റിയാൽ മതി. ഒന്നുമില്ല, കണ്ടീഷൻ നോക്കുക. എന്താണ്? G1, G2 ഞാൻ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് നൾ ഗ്രാഫേ കിട്ടാൻ പാടുള്ളൂ. അതായത് കോമൺ ആയിട്ടൊന്നും വരരുത്. അത് നോക്കിയാൽ മാത്രം മതി. ഇനി നോക്കിയേ, ഇതിൻ്റെ യൂണിയൻ എടുത്ത് നോക്കിയേ. യൂണിയൻ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്? ഉണ്ട്. ഈ ഒരു പാർട്ടി ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു പാർട്ടി ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ പോരെ. അപ്പോൾ ഈ ഒരു ഫിഗർ തന്നെ കിട്ടും. പക്ഷേ ഇൻ്റർസെക്ഷൻ എടുക്കുക അവിടെ ഒന്നുമില്ല, കോമൺ ആയിട്ടുള്ള ഏരിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഒരു നൾ ഗ്രാഫാണ്. അപ്പോൾ ഇത് ഡീകമ്പോസ് ആയെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിക്കേ, ഡെലീഷൻ. അത് നമ്മൾ ഡീകമ്പോസിഷൻ. ഇതൊന്നും തിരിഞ്ഞു പോവല്ലേ? ഈ ഡെലീഷൻ ഡീകമ്പോസിഷനൊക്കെ പേരൊക്കെ ഒരേപോലൊക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ഡെലീഷനിൽ രണ്ട് ഡെലീഷൻ വരുന്നുണ്ട്. എഡ്ജ് ഡെലീഷനും വരുന്നുണ്ട്, വെർട്ടെക്സ് ഡെലീഷനും വരുന്നുണ്ട്. പേര് പോലെ തന്നെ എഡ്ജ് ഡെലീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എഡ്ജ് ഡിലീറ്റ് ചെയ്യുക. വെർട്ടെക്സ് ഡെലീഷൻ എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കേ. ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെ വരും? ഇത് V1, ഇത് V2, ഇവിടെ V3, ഇവിടെ E3 ഉണ്ടല്ലേ. അപ്പോൾ എഡ്ജൊന്നും എഴുതുന്നില്ല, റഫായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എഡ്ജൊക്കെ എഴുതാൻ അറിഞ്ഞൂടെ? ഓക്കെ, ഇവിടെ V7 വരും. പിന്നെ ഇവിടെ V2 ഉണ്ട്. ഈ E7 എന്ന് പറയുന്ന എഡ്ജ് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു എഡ്ജ് ഇല്ല. പിന്നെ ഇവിടെ V6 ആണുള്ളത്. V6, V5. ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആ എന്ന് പറയുന്ന എഡ്ജ്, അതായത് E7 എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന, അതായത് എൻ്റെ എഡ്ജ് ഡെലീഷൻ ഗ്രാഫ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഗ്രാഫാണ്. അടുത്ത് നോക്കിക്കേ, വെർട്ടെക്സ് ഡെലീഷൻ. വെർട്ടെക്സ് ഡെലീഷൻ പറഞ്ഞാൽ എന്താണ്? ഇതേ ഗ്രാഫ് തന്നെ എടുത്തോ.
ഇതിൽ നിന്ന് ഞാൻ ഈ V1 എന്ന് പറയുന്ന വെർട്ടക്സിനെ കളയാൻ പോവാം. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും നോക്കിക്കേ. ഞാൻ ഈ V1നെ കളയുമ്പോൾ, ഈ വെർട്ടക്സിനെ കളയുമ്പോഴേ ഇതുമായിട്ട് നിൽക്കുന്ന എഡ്ജ് ഏതാ? E1. പിന്നെ ഏതാ? E2 ആണോ അത്? E4. അപ്പോൾ E1ഉം E4ഉം പോവും കേട്ടോ. ഈ V1 എന്ന് പറയുന്ന എഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ E1ഉം E4ഉം ആണ്. അതും എൻ്റെ കൂടെ പോകും. വെർട്ടക്സ് റിമൂവ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ എഡ്ജും കൂടെ പോകുമെന്ന് ഓർക്കണം. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ V2 ഉണ്ട്, നേരെ V6 വരും, അവിടുന്ന് V5 നിന്ന് V3 കാണും. ഓക്കെ, പിന്നെ അവിടുന്ന് ഇങ്ങനെ V4 കാണും അല്ലേ. V2 നേരെ ഇവിടെ V7. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ഗ്രാഫ്. അതായത് V1ഉം പോയി V1ഉമായിട്ട് നിന്ന എഡ്ജസും എൻ്റെ കൂടെ പോകും. അപ്പോൾ ഇതാണ് വെർട്ടക്സ് ഡെലീഷനിൽ എനിക്ക് കിട്ടുന്ന ഗ്രാഫ്. നെക്സ്റ്റ് ടേം നോക്കിക്കേ, ഫ്യൂഷൻ ഓഫ് വെർട്ടീസസ്. ഫ്യൂഷൻ ഓഫ് വെർട്ടീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ പെയർ ഓഫ് വെർട്ടീസസ് U and V in a graph are said to be fused if two vertices are replaced by a new vertices such that every edge incident on either U or V on both is incident on the new vertices. ഞാനിങ്ങനെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിക്കാം. നോക്കിക്കേ, ഞാനിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കാം. ഇതെൻ്റെ U, ഇതെൻ്റെ V. ഓക്കെ, ഇതിന് X എന്നും Y എന്നും പേര് കൊടുത്തു. എഡ്ജസിനെ ഞാനിവിടെ നമ്പേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുക. ഇത് 5. പിന്നെ V ഇങ്ങോട്ട് 6 വഴി Z-ഉം U ന്ന് 7 വഴി T ഞാൻ കൊടുത്തു. ഇവിടെ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യുവിനെയും ബീനെയും കൂടെ ഞാൻ ഒരുമിച്ചെടുക്കാൻ പോവാം. ഒരൊറ്റ വെർട്ടക്സ് ആക്കി അങ്ങ് എടുത്തു. വേണ്ടേ, U, V എന്ന് പറയുന്ന ഒറ്റ വെർട്ടക്സ് ആക്കി ഞാൻ എടുത്തു. ഇനി ഞാൻ എന്തോ ചെയ്യണ്ടേ? ഈ യുവിനെ നോക്കണം. ഞാൻ ഫസ്റ്റ് യുവിനെ നോക്കുക. U നമുക്ക് 1 വഴി എക്സിലോട്ട് പോയിട്ടുണ്ടല്ലേ. U ഇവിടെ 1 എക്സിലോട്ട് പോയി. ഓക്കെ, പിന്നെ X 4Y, X 4Yയിലെത്തി. ഇനി Yന്ന് 3 വഴി Vയിൽ, Yന്ന് 3 വഴി V എന്ന് പറയുമ്പം നോക്കിക്കേ, എൻ്റെ യുവും വിയും ഞാൻ ഒരിടത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ Yന്ന് 3 വഴി V പോകണമെന്ന് പറഞ്ഞു. അതും ഞാൻ എവിടെ തന്നെ പോകണം? ഇവിടെ തന്നെ. കാരണം യുവും വി ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ യുയിലോട്ട് എന്തൊക്കെയുണ്ടോ വിയിലോട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരൊറ്റ വെർട്ടക്സിലോട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ യുയിലോട്ടുള്ള എഡ്ജാണ് 1, അതിവിടെ വന്നു. ഈ വിയിലുള്ള ഒരു എഡ്ജാണ് 3. ആ എഡ്ജും ഈ യു വി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ വെർട്ടക്സിലോട്ട് തന്നെ വരുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ 3 വന്നു അല്ലേ. ഇനി നോക്കിക്കേ, എക്സും വിയും കണക്ട് ചെയ്ത് 5 ഉണ്ട്. എക്സും വിയും കണക്ട് ചെയ്ത് 5 ഉണ്ട്. യുവും വി ഇപ്പോൾ ഒരുമിച്ച് നിൽക്കാം. ഇപ്പോൾ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഇനി എനിക്കൊരു പാരലൽ എഡ്ജ് വരയ്ക്കാം. ഇങ്ങനെ X 5Y. അപ്പോൾ ഇതായി. ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി നോക്കിയേ, യുവും വിയും കണക്ട് ചെയ്ത് 2 ഉണ്ട്. അപ്പോൾ യുവും വിയും കൊണ്ട് ഒറ്റ വെർട്ടക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഞാൻ ചെയ്യും സെൽഫ് ലൂപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു സെൽഫ് ലൂപ്പ് ഇതിൽ വന്നല്ലേ. ഇനി വിന്ന് 6 വഴി ഇസഡിൽ, അപ്പോൾ വിന്ന് 6 വഴി ഇസഡിലോട്ട്. അടുത്ത യുന്ന് 7 വഴി ടിയിലോട്ട്, യുന്ന് 7 വഴി ടിയിലോട്ട്. അപ്പോൾ ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ഗ്രാഫ്. ഇപ്പം ഒരു ഫ്യൂഷൻ ഓഫ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ യുന്നും വിന്നും പറയുന്ന വെർട്ടക്സിനെ ഒരു ഒറ്റ വെർട്ടക്സ് ആയിട്ട് എടുത്തു. എന്തായി ബാക്കിയുള്ള അതിലേക്കുള്ള കണക്ഷൻസ് എല്ലാം അതിലേക്ക് ഏതൊക്കെ എഡ്ജസും അതിലേക്ക് ഏതൊക്കെ വെർട്ടക്സ് ഒക്കെ വരുന്നുണ്ടോ അതെല്ലാം ആ ഒരു പോയിന്റ് വെച്ചിട്ട് കാണിച്ചാൽ മതി.